ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് സർവീസിന് കിട്ടിയ ഒരു 200 വാട്ട് ഒരു ഫ്ലഡ് ലൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലിക്കറിംഗ് ആണ്. സാധാരണ വന്നതൊന്നും ഡ്രൈവർ ഇതിൻ്റെ പവർ സപ്ലൈ ആണ്. ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈ വരുന്നത്. അല്ലെങ്കിൽ ചിലത് LED കംപ്ലൈൻ്റ് ആയാലും ഇങ്ങനെ വരാറുണ്ട്. പിന്നെ വോൾട്ടേജ് സ്റ്റഡി അല്ലെങ്കിലും വരും. പിന്നെ ഇതിൻ്റെ ലൂസ് കോൺടാക്റ്റ് വരുന്നത് അപൂർവമാണ്. അങ്ങനെ ലൂസ് കോൺടാക്റ്റൊന്നും വരില്ല. എന്തായാലും നമുക്കിത് തുറന്നു നോക്കാം. ഇത് ഏതൊരു ഡെല്ലി മെയ്ഡ് കമ്പനിയാണ്, ലെൻസ് മോഡലാണിത്. ഇത് ബാക്ക് സൈഡൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. LED ഫ്ലഡ് ലൈറ്റ് സ്ലിം ആയിട്ടുള്ള ടൈപ്പാണ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, 2-2.5 കിലോ വെയിറ്റ് ഉണ്ട്. സുഖമൊക്കെ അഴിച്ചു വെച്ചാണ്. തുറന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ലെൻസ്. ഫൈബർ ഗ്ലാസ് ആണ് കേട്ടോ, ചൂടായാലും പ്രശ്നമില്ലാത്ത. ഇതിൻ്റെ റിഫ്ലക്ടർ ഉണ്ട്. ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു പേപ്പറാണ്. അധികം വലിയ ഹീറ്റൊന്നും കുഴപ്പമില്ല, എന്നാലും ഒരുപാട് ചൂടായി കഴിഞ്ഞത് ഉരുകി പോകും. തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് ഇങ്ങനെയാണ്. ഇതാണ് എൻ്റെ പാനൽ ലൈറ്റ്. 200 LED ഉണ്ട്, അല്ല 240 LED വെച്ച് ചെയ്തേക്കണത്. അതായത് 2835 1 വാട്ട് 6 വോൾട്ട് 150 മില്ലി ആംപിയറിൻ്റെ LED ആണ് ഇതിനകത്ത് ഉപയോഗിച്ചത് കേട്ടോ. SMD LED ആണ്. കോമൺ ആയിട്ട് എല്ലാം വരുന്നത് 1 വാട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ആദ്യം കാലങ്ങളിലൊക്കെ നമ്മൾ ഹാഫ് വാട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ LED എണ്ണം കൂടും. ഇതിനകത്ത് സിംഗിളായിട്ടൊരു പവർ സപ്ലൈ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 200 വാട്ട്സിൻ്റെ സിംഗിളായിട്ടുള്ളൊരു പവർ സപ്ലൈ ആണ് ഉപയോഗിക്കുന്നത്. സാധാരണ എല്ലാവരും 200 വാട്ട്സിൽ ചിലപ്പോൾ 4 ഡ്രൈവർ ഉണ്ടാവും, അല്ലെങ്കിൽ 2 ഡ്രൈവർ ഉണ്ട്. 2 100 ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ 50ൻ്റെ 4 വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വേറെ രീതിയിൽ ചെയ്തേക്കുന്നത്. സാധാരണ ഇത് ടൈപ്പ് ചെറിയ ടൈപ്പ് ആണ്, 50 വാട്ട്സിൻ്റെയാണ്. 175 വോൾട്ടേജ് 300 മില്ലി ആംപിയർ. അതിന് പകരം ഇതാണെങ്കിൽ ഉപയോഗിക്കണമെങ്കിൽ ഇതിൻ്റെ 4 ഉപയോഗിക്കണം. അപ്പോഴാണ് 1200 mAh നമുക്ക് പാരലൽ ചെയ്ത് കണക്ഷൻ റെഡിയാക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ സിംഗിളായിട്ടുള്ള ഒറ്റ ഡ്രൈവർ ഉപയോഗിച്ചേക്കണത്. പിന്നെ ഇതിനകത്ത് വേറെ മോഡൽ ഉപയോഗിക്കാറുണ്ട്. ഇതാണ് കറക്റ്റ് SMPS മോഡൽ. ഇത് 24 to 40 വോൾട്ടേജ് 1500 മില്ലി ആംപിയറാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇത് കറക്റ്റ് SMPS ആണ്. അതായത് ഇത് ഐസൊലേറ്റഡ് ഡ്രൈവർ എന്ന് പറയും. ഇത് നോൺ ഐസൊലേറ്റഡ് ഡ്രൈവർ. ഇതിൻ്റെ ഔട്ട്പുട്ട് ഹൈ വോൾട്ടേജ് ആയതുകൊണ്ട് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ കറണ്ട് അടിക്കും. ബോഡിയുമൊക്കെ നമ്മൾ ഇങ്ങനെ ഈ ഇവിടെ ഇങ്ങനെ കയ്യിൻ്റെ ഈ ഭാഗം കൊണ്ട് ചെറുതായിട്ട് തരിപ്പുണ്ടാവും വർക്ക് ചെയ്യുന്ന ടൈമിൽ. പക്ഷേ ഇതിനങ്ങനെ ഉണ്ടാവില്ല. ഇത് പ്യുവർ SMPS ആണ്. SMPSും നോൺ ഐസൊലേറ്റഡ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻപുട്ട് സപ്ലൈ ഔട്ട്പുട്ട് സപ്ലൈ സെപ്പറേറ്റ് നിൽക്കും. ഇതിനകത്ത് അങ്ങനെയല്ല. ഇൻപുട്ട് ലൈനും ഔട്ട്പുട്ട് ലൈനും ഒറ്റ ലൈനായിട്ട് വരും. ബാക്കി റെഗുലേറ്റ് ചെയ്താണ് പോണത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ടൈപ്പ് ലൈറ്റ് എന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറഞ്ഞ ടൈപ്പ് ലൈറ്റ് വാങ്ങിക്കുന്നതാണ് ഈ മോഡൽ സിസ്റ്റം ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ കൂടിയ ഹൈ ക്വാളിറ്റി ലൈറ്റിലൊക്കെ ഇതുപോലെ പ്യുവർ SMPS ആണ് ഉപയോഗിച്ചേക്കുക. ഡ്രൈവറിൻ്റെ ഔട്ട്പുട്ട് വന്ന് 175 വോൾട്ട് 1200 മില്ലി ആംപിയറാണ്. ഇത് ഹൈ വോൾട്ടേജ് ഡ്രൈവറാണ് ഔട്ട്പുട്ട്. ആ രീതിയിലാണ് ചെയ്തത്. അതിൻ്റെ കണക്ഷൻ ചെയ്തേക്കുന്നത് ഹൈ വോൾട്ടേജ് ആയിരുന്നു, ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇത് ആംപിയർ കുറച്ചിട്ട് വോൾട്ടേജ് കൂട്ടുള്ള സർക്യൂട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ LED കണക്ഷൻ തന്നെ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ 100 കണക്കിന് കമ്പനി ഉണ്ട്, 100 കണക്കിന് മോഡലുണ്ട്. മോഡൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ LED കണക്ഷനും പവർ സപ്ലൈ ഒക്കെ പല ടൈപ്പ് ആയിരിക്കും കമ്പനി, പല ടൈപ്പ് കമ്പനികൾ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ കാണിച്ചിട്ട് എല്ലാം എങ്ങനത്തെയെന്ന് പറയാനും പറ്റില്ല. നമ്മളൊരു 1000 കമ്പനി ഉണ്ടെങ്കിൽ 1000 കമ്പനി 1000 രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്യണം. ബേസിക്കലി പറയണമെന്ന് വെച്ചാൽ ഞാനൊരു കമ്പനിയിലൊരു R&Dയിൽ LED ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൂടുതൽ കറക്റ്റായിട്ട് പറയണത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ LED കണക്ഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഈ ഫ്ലഡ് ലൈറ്റിൽ ചെയ്തേക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 240 LED ഒരു പ്രത്യേക രീതിയിലാണ് കണക്ഷൻ ചെയ്തേക്കുന്നത്. അതായത് 6 വോൾട്ട് 1 വാട്ട് 2835 LED ആണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അത് ആദ്യം ഒരു 10 LED പാരൽ കണക്ഷനാണ്. അപ്പോൾ ഒരു യൂണിറ്റായി ഉണ്ടോ, 10 LEDയുടെ ഒരു യൂണിറ്റ്. അതുപോലെ ആ യൂണിറ്റുകൾ 24 സീരീസ് അടിച്ചേക്കാണ് ഇങ്ങനെ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടതാണ് 1 2 അതുപോലെ ബാക്കിയെല്ലാം ചെയ്ത് 23 24 വരെ സീരീസ് അടിച്ചേക്കാണ്. ആ കണക്ഷനൊക്കെ ഒരുമിച്ചാക്കിയിട്ട് ഇതിൻ്റെ പവർ സപ്ലൈ ആയിട്ട് പോകണം. അതായത് ഒരു LED വരുന്നത് 150 മില്ലി ആംപിയറാണ്. അങ്ങനെ എല്ലാം കൂടി പാരലടിക്കുമ്പോൾ 1500 മില്ലി ആംപിയർ ടോട്ടൽ വരും. അപ്പോൾ നമുക്ക് ശരിക്കും ഈ പവർ സപ്ലൈക്ക് വേണ്ടത് 1200 മതി. പക്ഷേ ഇത് LED പെട്ടെന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടി അവർ 1500 മില്ലി ആംപിയറിലോട്ട് എത്തിച്ചേക്കാണ് 10 വെച്ചിട്ട്. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. അതെ, കാതോട് നെഗറ്റീവ്, ആനോട് പ്ലസ്. അതെല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. ഇതൊക്കെ ഡീറ്റെയിൽ വളരെ സിമ്പിൾ മെത്തേഡിലാണ് ഈ LED ഫ്ലഡ് ലൈറ്റിൻ്റെ വർക്കിംഗ് ഒക്കെ വരുന്നത്. പിന്നെ കോമൺ ആയിട്ട് എല്ലാവരും കംപ്ലയിൻറ്റ് റെഡിയാക്കുന്ന പരിപാടിയുണ്ട്. LED ഏതെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ LED പോയിട്ടില്ല. LED കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഷോർട്ടാക്കി വയ്ക്കും. അങ്ങനെ ഷോർട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി LEDക്ക് ലോഡായിട്ട് വരും. കുറച്ചാൾ കത്തും, വീണ്ടും അടുത്ത 2 LED പോകും. അങ്ങനെ ഒരിക്കലും നമുക്കൊരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം അങ്ങനത്തെ ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള സർവീസ് എന്ന് പറഞ്ഞാൽ LED ഇപ്പോൾ കംപ്ലയിൻ്റ് ആയി ഒന്നല്ലെങ്കിൽ ഏത് LED കംപ്ലയിൻ്റ് ആച്ചാൽ അത് ബ്ലോ എടുത്ത് മാറ്റിയിട്ട്
അതേ സിംഗിൾ LED അവിടെ ഫിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മൊത്തത്തിൽ പാനൽ മാറ്റാം. ഈ ഹൈ വോൾട്ടേജിന് ഒരു പ്രത്യേകത ഉണ്ട്, LED കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ പോകും. അപ്പോൾ പാനൽ നമ്മൾ മൊത്തത്തിൽ മാറ്റേണ്ടി വരും. ഇപ്പോൾ ഹൈ വോൾട്ടേജ് ഡ്രൈവർ ഉപയോഗിച്ചുള്ള മെയിൻ കോമൺ കംപ്ലൈൻ്റ് ആണ് LED മൊത്തത്തിൽ അടിച്ചു കൊള്ളൽ. അപ്പോൾ അത് കണ്ടോ. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം വൈഡായിട്ട് LED നീറ്റായിട്ടുണ്ട്. ഇതിൻ്റെ PCB സൈസ് 209 mm × 190 mm ആണ് ഇതിൻ്റെ നീളം വീതി. ഈ വേറെ ടൈപ്പ് ഉണ്ടോ, അതുകൊണ്ട് വളരെ ചെറുതാണ് കണ്ടോ. PCB സൈസ് കണ്ടോ. ഇതിൻ്റെ LED സെയിം 240 LED ആണ് ഇതിന് അടിച്ചിരുന്നത് കണ്ടോ. പക്ഷേ ഈ അടുപ്പിച്ചായിരുന്നു LED ഹീറ്റായിട്ട് LED എല്ലാം ബേണായി പോയിട്ടുണ്ട്, അവിടെയൊക്കെ പിണ്ട കത്തിപ്പോയിട്ട്. അപ്പോൾ ഏകദേശം അകത്തിട്ട ടൈപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതുപോലെ അടുപ്പിച്ചുള്ള ടൈപ്പ് ഉണ്ട് ചെറിയ ഹൗസിംഗ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതുപോലെ വലിയ ഹൗസിങ്ങും LED ഒരുവിധം വൈഡായിട്ട് ഇട്ടതും കുറച്ച് ലൈഫ് കിട്ടും. പിന്നെ കോമൺ ആയിട്ട് ഈ ഹൈ വോൾട്ടേജ് ടൈപ്പ് അധികം അങ്ങനെ ലോങ് ടൈം റണ്ണിങ്ങിനൊന്നും സ്യൂട്ടബിൾ അല്ല. എന്തായാലും നമുക്കിനി ഡ്രൈവർ മാറ്റി പുതിയ ഡ്രൈവർ ഇട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ പല സൈസിൽ പല വാട്ട്സുള്ള LED PCB പാനലുകളുണ്ട് കേട്ടോ. ഇത് 120 വാട്ട്, 200 വാട്ട്, 150 വാട്ട് വരുന്നുണ്ട് ഈ സൈസ് തന്നെ. ഇത് 100 വാട്ട്. അപ്പോൾ എല്ലാ കളറും ഉണ്ട് കേട്ടോ. ഗ്രീൻ, ഓറഞ്ച്, പിങ്ക്, ബ്ലൂ എല്ലാ കളറും ഉണ്ട്. ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്പ്ലേയിൽ നമ്പർ കൊടുത്തേക്കാം, കോൺടാക്ട് ചെയ്തോ. PCB ഉണ്ട് ഡ്രൈവർ നമ്മളിൽ. നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്, നല്ല റേറ്റിന് സാധനം കിട്ടും. അപ്പോൾ ഡ്രൈവർ നമ്മൾ അതിന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 200 വാട്ട്സിൻ്റെ ഒരു ഡ്രൈവറിന് വരായിട്ട് നമ്മൾ 50-ൻ്റെ 4 വെച്ചിട്ട് ചെയ്യാൻ പോകണം. നമ്മളിൽ വലുതിപ്പോൾ സ്റ്റോക്കില്ല, എങ്ങനെ വെച്ചാലും കണക്കാണ്. എന്തായാലും നമുക്ക് കണക്ഷൻ കൊടുക്കാം. അവിടെ കണ്ടോ 4 ഡ്രൈവർ കൊടുക്കാനുള്ള സ്ലോട്ട് ഉണ്ട്. ഇതിന് പോസിറ്റീവ്, ഈ സൈഡ് നെഗറ്റീവ്. അപ്പോൾ എല്ലാത്തിൻ്റെയും പോസിറ്റീവ് 4 ഡ്രൈവറിന് പോസിറ്റീവ് 4 പോയിന്റ് ഉണ്ട്, അതുപോലെ നെഗറ്റീവ് 4 പോയിന്റ്, അങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം പാരലൽ കണക്ഷനാണ്. അപ്പോൾ 300 mA × 4 1200 mA കറക്റ്റ് ആവും. നമ്മൾ ഒരു ഡ്രൈവർ 50 വാട്ട്സിന് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം കത്തുന്നൊന്ന്. അപ്പോൾ വർക്കിംഗ് ഓക്കെയാണ്, 50 വാട്ട്സ് ഉണ്ടാവുള്ളൂ, 4 ബാക്കി 3 വന്നാലാണ് 200 വാട്ട്സിലോട്ട് ആവുള്ളൂ. അതുപോലെ നമുക്ക് കണക്ഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഡ്രൈവറിനകത്ത് ഫിറ്റ് ചെയ്യാം കേട്ടോ. അത് നമുക്ക് സിൽക്കും വെച്ചിട്ട് ഒട്ടിച്ച് വയ്ക്കാം. നമുക്ക് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ ഡ്രൈവറെല്ലാം നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം കൊണ്ടെങ്കിൽ കട്ട് കളയാം, ഒതുക്കി വെച്ചാൽ എല്ലാ ആവശ്യം വന്നു. ഇനിയിപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും ന്യൂട്രൽ വയർ എല്ലാവരും ഒരുമിച്ച് കണക്ഷൻ ചെയ്യുക. അതുപോലെ ഫേസ് വയർ എല്ലാവരും ഡ്രൈവറിൻ്റെ എല്ലാവരും ഒരുമിച്ച് കണക്ഷൻ ചെയ്തിട്ട് ഈ ഔട്ട്പുട്ട് വയറുണ്ട് അതിനകത്തേക്ക് ജോയിൻ ചെയ്താൽ മതി. അങ്ങനെ ഫൈനലി നമ്മുടെ ഫ്രണ്ട് ലൈറ്റിൻ്റെ ഡ്രൈവറൊക്കെ ഫിറ്റ് ചെയ്ത് വർക്കിംഗ് ആണോ നോക്കാം നമുക്ക്. അപ്പോൾ ബ്ലിങ്കിങ് പ്രശ്നമില്ല കേട്ടോ, അപ്പോൾ കണ്ടീഷനായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് ലൈറ്റ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഒരു മൾട്ടിമീറ്ററും ഒരു സോൾഡറിങ് അയനും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്യാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ് കുറച്ച് സ്ക്രൂ ഡ്രൈവർ, അതുപോലെ ഒരു മൾട്ടിമീറ്റർ, ഒരു സോൾഡറിങ് അയൺ, പിന്നെ അത്യാവശ്യം കട്ട് ചെയ്യാനും സ്ട്രിപ്പ് ചെയ്യാൻ പറ്റിയ പോലത്തെ ടൂൾസൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡ്രൈവറൊക്കെ നമുക്ക് ഒന്നല്ലെങ്കിൽ മാർക്കറ്റിൽ ഇലക്ട്രോണിക്സ് ഷോപ്പിൽ എറണാകുളത്ത് അങ്ങനത്തെ ഷോപ്പുകളിലൊക്കെ കിട്ടും. റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. ഈ ടൈപ്പ് ഡ്രൈവറിന് അവിടെ 150 രൂപ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ആണെങ്കിൽ ഈ ഡ്രൈവറിന് ഒരെണ്ണം 90 വന്നുള്ളൂ. ഇപ്പോൾ ആവശ്യമുള്ളവർക്ക് ഈ ഡ്രൈവർ നമുക്ക് ഒരെണ്ണം 90 രൂപയ്ക്ക് വരാൻ പറ്റും. അതുപോലെ പല ടൈപ്പ് LED സംബന്ധമായ അത്യാവശ്യം സ്പെയർ പാർട്സൊക്കെ നമ്മളുണ്ട്. നമ്പർ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ LED ലൈറ്റ് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ കുറച്ച് വൈഡായിട്ട് LED ഫിറ്റ് ചെയ്തതും അത് ലെൻസായാലും ഗ്ലാസ് മോഡലായാലും ഇത് ബോഡി വെയിറ്റ് അത്യാവശ്യം ഉള്ളത് നോക്കി വാങ്ങിക്കണം. എന്താ വെച്ചാൽ ഇത് നല്ല ഹീറ്റ് ആവുന്നതാണ്. 200 വാട്ട്സ് ഒറിജിനൽ ലൈറ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ ഹീറ്റാവും. അപ്പോൾ അങ്ങനെ ഹീറ്റ് പുറത്തോട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോയില്ലെങ്കിൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകും. അതിന് വേണ്ടിയിട്ട് LED ലൈറ്റ് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള ബോഡി ഉള്ളത് നോക്കി വാങ്ങിക്കുക. ലോങ് ലൈഫിന് അതാണ് പറ്റുള്ളൂ. നമ്മൾ കണ്ടിന്യൂസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ അങ്ങനെ ഹെവി ആയിട്ടുള്ളത് വാങ്ങിക്കുക. ഇത് കണ്ടോ, ഇത് ഡ്യൂട്ടൻ്റെ ഒരു 20 വാട്ട് ഫ്ലഡ് ലൈറ്റാണ്. ചെറിയ സാധനമാണ്. അതിൻ്റെ ബാക്ക് കണ്ടോ, എൻ്റെ ഹീറ്റ് സിങ്ക് പോലെ നല്ല വിങ്സൊക്കെ ചെയ്തിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ബോഡിയാണ്. 20 വാട്ട്സ് ആണെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട്.
ഇപ്പോൾ ബ്രാൻഡ് ഐറ്റം സാധനങ്ങളൊക്കെ ഇതുപോലെ നല്ല ഹെവി ആയിരിക്കും. നമുക്ക് മാർക്കറ്റിൽ 100 വാട്ട്സിൻ്റെ ട്രബ് ലൈറ്റ് നമുക്കിപ്പോൾ അതും 800 രൂപ തൊട്ട് വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടാൻ കിട്ടും. അപ്പോൾ അതൊക്കെ വെള്ളം ഒരു കുറച്ചാൾ വർക്ക് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ നല്ല കട്ടിയുള്ള ടൈപ്പ് ബോഡിയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചാൾ കിടന്നോളും.